സൗബിൻ വിളിക്കും. ഹലോ, താങ്ക് യു. ഓ, ഇതെന്താടാ? ആണാ പുതിയ ഗെറ്റപ്പ്? ഞാനൊരു ഷൂട്ടിലിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ എനിക്കറിയാം മമ്മൂക്ക അന്ന് അവിടെ താമസിക്കുന്നത് ആ മുറിയിൽ മേക്കപ്പ് മാൻ സുധാകരൻ. പുള്ളി കട്ടലിൽ ബെഡൊക്കെ ആയിട്ട് പുള്ളി കട്ടലിൽ കിടക്കുന്നു. മേക്കപ്പ് മാൻ പുള്ളി ഭയങ്കര ഇതിൽ കിടക്കുന്നു. തൊട്ടൊരു സൈഡിൽ ഒരു മെത്ത വിരിച്ച് താഴെ മമ്മൂക്ക. അന്ന് കൊച്ചിക്കാരനായ ബാബു ഷായറിന് സിനിമ മോഹിപ്പിക്കുകയും ഫാസിലിന്റെ അസിസ്റ്റന്റ് ആവുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? ഒരിക്കൽ ബാപ്പ എന്നോട് വന്ന് പറയുന്നത്, എടാ ഒരു സംവിധായകനുണ്ട് ആലപ്പുഴയിലുള്ള ഫാസിൽ. ഫാസില അങ്ങനെ ഒരു സംവിധായകൻ കേട്ടിട്ടില്ലല്ലോ. എടാ അതൊരു സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, എന്തൊരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞെട്ടിപ്പോയി. ഫാസിൽ സാറ് വരുന്നു. അങ്ങനെ ഫാസിൽ സാറുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നിന്ന് തുടങ്ങി. ഡയറക്ടർ സിദ്ദീഖിനെ കൊണ്ട് ഞാൻ അവിടെ പോയി സെറ്റ് കണ്ടു. സിദ്ദീഖ് പറഞ്ഞു, എൻ്റെ അമ്മോ ഇപ്പോഴത്തെ പിള്ളേർ എന്താണ്, എൻ്റെ അമ്മോ സമ്മതിക്കണം കേട്ടോ പിള്ളേരെ. ചിദംബരം പറഞ്ഞ ഗുണ കേവ് പോയി ചെയ്ത ആളുകൾ ചിലപ്പം തിരിച്ചു വരുന്നത് പോലും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്തായാലും ആ സെറ്റ് വേണ്ടി വരും എന്നുള്ള അവരെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഭീകരമായൊരു സെറ്റിലേക്ക് പോകുമെന്ന്, അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് ഈ കാലഘട്ടത്തിലാണ്. അതിങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിനെ ഒരു കാടിനകത്ത് ഒരു 3-4 ആർട്ടിസ്റ്റിന് വെച്ചിട്ട് അത് ഓടുമോ, വർക്കൗട്ട് ആവുമോ? ഈ അജാസ് ചെയ്തപ്പോൾ ഉള്ള ഒരു സാറിൻ്റെ ഒരു ബെസ്റ്റ് റോളാണ്, നമുക്കായിട്ടുള്ള കോമ്പിനേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു ത്രില്ലടിച്ചിരിക്കുകയായിരിക്കും. ഫഹദിൻ്റെ കൂടെ നിങ്ങൾ ഡാൻസ് ചെയ്യും. അവനൊരു നല്ല സ്റ്റൈലൊരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെഡ് ടീഷർട്ടൊക്കെ ഇട്ട് ഒരു മറ്റേ ഇതൊക്കെ ഇട്ട് ഗ്ലാസൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇറങ്ങി വരുന്നു. ഇങ്ങനെ കൊടൈക്കനാൽ ഇവൻ ആ സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു അടിപൊളി എന്തോ അവൻ പ്രാക്ടീസ് ചെയ്ത മാതിരി തോന്നുന്നു. ഒരു ഡാൻസ് കയറി ഇങ്ങോട്ട് ഇവനാണ്ട് കയറി കളിച്ചു. ഫൈനല് ഫസ്റ്റ് പ്രൈസ് സൗബിൻ. അങ്ങനെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഡ്യൂസർ ബാബു ഷാഹിർ. വെൽക്കം സർ. സൗബിൻ മകനാണ്. സൗബിന്റെ കൂടെയും അതുപോലെ ഷോൺ ആന്റണിയുടെ കൂടെയും മഞ്ഞുമ്മൽ കോ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? മഞ്ഞുമ്മൽ എന്ന ഒരു സിനിമ അവൻ സൗബിന് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു പ്രൊഡക്ഷനിൽ വേണ്ടിയിട്ട് സിനിമ ചെയ്യാമെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറയുമായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സബ്ജക്റ്റും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നില്ല. അപ്പോൾ പിന്നീട് ഒരിക്കൽ അവൻ സൗബിൻ വന്ന് പറഞ്ഞു, അങ്ങനെ ഒരു കഥ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കേൾക്ക്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കഥ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് സൗബിനും ഷോണും കൂടി ആ കഥ, അതാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കഥ. സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അയ്യോ അവിടെ അത് ആരൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. എനിക്കറിയാം സബ്ജക്റ്റ്, എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ കോസ്റ്റും ഇതിൻ്റെ ബുദ്ധിമുട്ടും കാരണം അവർ പതുക്കെ ഒഴിവായിട്ടുണ്ട്. 1, 2, 3 പേരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഏതായാലും എഴുതട്ടെ എന്ന് പറഞ്ഞ് എന്തോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അതെന്തോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എഴുത്തും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി അവനത് നോക്കി നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് വന്നിട്ട് പറഞ്ഞ് അതൊന്ന് ഫോമായി വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാമെന്ന് തോന്നണം. ഞാൻ പറഞ്ഞു, നീ ആലോചിച്ച് പക്ഷെ അത് നമുക്കൊന്ന് നോക്കാം, കൊടൈക്കനാലാണ് നമ്മളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഏതായാലും സെറ്റ് കുറച്ച് ഇടേണ്ടി വരും, അതൊന്ന് മനസ്സിൽ കണ്ടോ എന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്ത്. അങ്ങനെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. അച്യുതാനന്ദൻ ഇപ്പം സുഭാഷിന് അനുമോദിക്കുന്നുണ്ടായി, അവാർഡ് കൊടുത്ത്, അതൊക്കെ സാർ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ അതല്ല ക്രൂ എല്ലാവരും കൂടി പിന്നീട് ഈ കഥയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെ ഹിസ്റ്ററിയെ പഠിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞുമ്മൽ ആ ഗ്രൂപ്പിന്റെ എഴുത്ത് തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഇവരെ പോയി അന്വേഷിച്ചു പോയി, ആ സ്ഥലം അന്വേഷിച്ചു പോയി, അവരെ കംപ്ലീറ്റ് ഹിസ്റ്ററി പഠിച്ചത്. എങ്ങനെയാണ് സംഭവം, എങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു പോയിരുന്നത്, അവരെ ഹിസ്റ്ററി ഫുള്ളായിട്ട് അതിനകത്ത് അവർ
അതിൻ്റെ ചിദംബരം അത് നന്നായിട്ട് എഴുതി അവതരിപ്പിച്ചു. അത് അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിനുണ്ടായിരുന്ന എല്ലാ അനുഭവങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ആർട്ട് എടുത്ത് പറയേണ്ടതാണ് അജയൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് അതിന് ഈ ഒരു ഇന്ന് കാണുന്ന മഞ്ഞുമൽ ബോയ്സ് ആക്കുന്നതും. അല്ലാത്ത പക്ഷെ നമുക്കതിപ്പം ചിദംബരം പറഞ്ഞ കേവ് പോയി ചെയ്ത ആളുകൾ ചിലപ്പം തിരിച്ചു വരുന്നത് പോലും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെ, കാരണം ആർട്ടിസ്റ്റുകൾക്കുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക എന്ന് പറയുന്നതിന് ഒരു പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് കണ്ടിരുന്നത്? അത് അവർക്കറിയാതെ, കാരണം ഈ ഒരു കൊടൈക്കനാൽ പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ വീഴുന്നതും പൊക്കുന്നതും ആ ഭാഗം പോർഷനൊന്നും അവർക്ക് എന്തായാലും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഗല്ലി, ഒരു ഇത് താഴ്ന്ന ഒരു സ്ഥലമാണ്. ഈ 150ഓളം പേരുണ്ട് ഒരു ക്രൂ, ഒരു സിനിമ, ലൈറ്റും ക്രെയിനും എല്ലാം കൂടി അടക്കാം. അപ്പോൾ എന്തായാലും ആ സെറ്റ് ഇടേണ്ടി വരും എന്നുള്ള അവരെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഭീകരമായൊരു സെറ്റിലേക്ക് പോകുമെന്ന് അത് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സെറ്റ് ഇട്ടത് കൊണ്ട് ആ ഒരു സിനിമ അതേമാതിരി അവർക്ക് ക്യാമറമാനും ഡയറക്ടർക്കും അതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും ലൈറ്റ് ബോയ്സ് ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് ഭംഗിയായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റി. കാരണം ഒരിക്കലും കൊടൈക്കനാൽ ഇങ്ങനെ ഒരു പെർഫോം അവർക്ക് കിട്ടൂല. കാരണം അവിടെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ ഒതുക്കിയൊക്കെ എടുക്കേണ്ടി വരും. സെറ്റ് ഇട്ടത് കൊണ്ട് അത് ഭംഗിയായിട്ട് ആ സിനിമ അതിൽ അവതരിപ്പിക്കാൻ പറ്റി. അതിൻ്റെ ഒരു പ്ലസ്, അതൊരു സിനിമ കണ്ടതിന് ശേഷം ആ ഡയറക്ടർക്കും അജയനും അതിൻ്റെ ഗുണം. അതേപോലത്തെ സെറ്റാണ് അജയൻ അവിടെ ഇട്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു ഭംഗിയുള്ള സെറ്റ് ഇട്ട് ആ സമയത്ത് പലരും ആ സെറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ മരിച്ചുപോയ ഡയറക്ടർ സിദ്ദീഖിനെ കൊണ്ട് ഞാൻ അവിടെ പോയി സെറ്റ് കണ്ടു. സിദ്ദീഖ് പറഞ്ഞു, എൻ്റെ അമ്മോ ഇപ്പോഴത്തെ പിള്ളേർ എന്താണ്, എൻ്റെ അമ്മോ സമ്മതിക്കണം കേട്ടോ പിള്ളേരെ എന്ന് പറഞ്ഞ് സെറ്റെല്ലാം കണ്ടിട്ട് അങ്ങനെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം സെറ്റ് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ സത്യം പറഞ്ഞാൽ ഒതുങ്ങിയില്ല. അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകേണ്ടി വന്നു. കാരണം അങ്ങനത്തെ ഒരു ക്രൂവാണ്. പലരും ബോംബെയിൽ നിന്ന് വന്നിട്ടൊക്കെയാണ്. അതന്നെ, ആ ഗാർഡ് ഇവരെ എല്ലാവരെയും കൂടെ ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ഗാർഡ് പോലെ എല്ലാവർക്കും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ, കാരണം 10-50 അടി ഹൈറ്റിലും അതേപോലെ തന്നെ താഴെ ഭൂമിയുടെ അടിയിലേക്കും ചെയ്തിരിക്കുന്ന സംഭവം. പെട്ടെന്നങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെ സേഫായിട്ട് നോക്കാനുള്ള ഒരു സംഭവം, അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ബാസി വിലക്ക് നേരിടുന്ന സമയത്താണ് ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അതിലൊരു കൺസേൺ ഉണ്ടായിരുന്നു? അല്ല, ബാസിയുടെ ഞങ്ങൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അസോസിയേഷനിൽ ഒരു എഗ്രിമെൻ്റ് കൊടുക്കണം. അതിനകത്ത് ബാസിയുടെ പേര്, എല്ലാവരും അഭിനയിക്കുന്ന ടെക്നീഷ്യന്മാരുടെ പേര് ഞങ്ങൾ കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ആ ഒരു പീരീഡിലാണ് ബാസിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. പക്ഷെ ഞങ്ങൾക്കത് അപ്രൂവൽ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല. സാറ് തുടങ്ങുന്നത് ഫാസിൽ സാറിനെ അസിസ്റ്റ് ചെയ്ത് ഈറ്റില്ലത്തിലാണ്. അന്ന് കൊച്ചിക്കാരനായ ബാബു ഷാഹിറിന് സിനിമ മോഹിപ്പിക്കുകയും ഫാസിലിന്റെ അസിസ്റ്റന്റ് ആവുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു വലിയൊരു കഥയാണ്. അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും നാളെയൊക്കെ പറഞ്ഞ് തരുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ഇഷ്ടമായിരുന്നു. കുട്ടിക്കാലത്ത് ഉമ്മയും എൻ്റെ ഉമ്മയുടെ സഹോദരി അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ, എനിക്ക് 5-6 ഒക്കെ വയസ്സുള്ളൂ, കാണുമ്പോൾ ഇൻ്റർവെല്ലാവുമ്പോൾ ഞാൻ ഇതിൽ അഭിനയിച്ചവരെ കാണാൻ വേണ്ടി തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ പുറയിൽ പോകാറുണ്ട്. ഈ അഭിനയിച്ച എനിക്ക് 6-7 വയസ്സുള്ളൂ. ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സ്ക്രീനിൻ്റെ ചെറിയൊരു ഡോറാണ് ആ സ്ക്രീനിൽ. ചെന്ന് തുറന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ് മാറാലയൊക്കെ ആയിട്ടുള്ള ഒരു ഭീകരത നിറഞ്ഞൊരു മുറി, വലിയൊരു ഹോള്, ഒരു ഓഡിറ്റോറിയം. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള ഒരു സോങ്ങിൻ്റെ സൗണ്ട് പാട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് സ്പീക്കറിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിച്ചോടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകാറ്. എനിക്ക് അതിൽ അഭിനയിച്ച നടന്മാരെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു. പതുക്കെ സിനിമ തിയേറ്റർ കാണുമ്പോൾ ഞാൻ അതിൻ്റെ മുൻപിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക. പല സ്ഥലത്തും വഴിയിൽ കൂടി അല്ലെങ്കിൽ ബസ്സിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ തിയേറ്റർ കാണുമ്പോൾ ഞാനത് ആസ്വദിക്കുക. എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് എൻ്റെ ബ്ലഡിൽ ആ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ വലുതായി വന്നപ്പോഴും വീട്ടുകാർ എന്നെ ദുബായിലേക്ക് അയക്കാൻ വേണ്ടി
ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അങ്ങനെ പലവർക്കും ഞാൻ ലെറ്റർ അയച്ച് എനിക്ക് അഭിനയിക്കാം, ഉദയ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ്, മെരിലാൻഡ് സ്റ്റുഡിയോ, മദ്രാസിലുള്ള കുറേ ഡയറക്ടർമാർ, അവർക്കൊക്കെ എനിക്ക് അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം, എൻ്റെ അഡ്രസ്സ് ഇതാണ്, എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഒരു മറുപടിയും വരില്ല, ഒന്നും വരില്ല. കുറച്ച് ബുദ്ധി വന്നതിന് ശേഷമായിരിക്കാം, ഒരു 10-15 വയസ്സ് അഭിനയിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും നമ്മളെ വിളിക്കില്ല. ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ശ്രമിക്കാം, ഏതെങ്കിലും അസിസ്റ്റൻ്റ് ഡയറക്ടറാ അങ്ങനെയായിട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ആലോചിച്ചപ്പോൾ അതായിരിക്കും നല്ലത്. അങ്ങനെ ഇതേപോലെ പലവരുടെ അടുത്തേക്കും ഇതേമാതിരി ലെറ്റർ അയക്കും. സത്യം പറഞ്ഞാൽ ബാലേന്ദ്ര മേനോനൊക്കെ അയച്ചിട്ടുണ്ട്, ഭരതൻ സാറിന് അയച്ചിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ അസിസ്റ്റൻ്റ്, നിങ്ങളെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയച്ചു. അതിനും മറുപടിയൊന്നും ഇതുവരെ വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുമ്പോഴാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നൊരു സിനിമ റിലീസാവുന്നത്. 1980-ലാണ്. അത് പോയി കണ്ടപ്പോൾ ഒരു ഡയറക്ടർ, ആരാണ് ഡയറക്ടർ എന്താണെന്നൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല, നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദറിനറിയാം, ബാപ്പ പറയും, എടാ നീ ഇങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആരും നിന്നെ വിളിക്കുന്നില്ലല്ലോ, നീ ഗൾഫിൽ പോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം നോക്കട്ടെ, പോ. ഒരിക്കൽ ബാപ്പ എന്നോട് വന്ന് പറയുന്നത്, എടാ ഒരു സംവിധായകനുണ്ട് ആലപ്പുഴയിലുള്ളത്, ഫാസിൽ. നമ്മൾ ഫാസില, അങ്ങനെ സംവിധായകനെ കേട്ടിട്ടില്ലല്ലോ. എടാ അതൊരു സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, എന്തൊരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പൂക്കളോ, അങ്ങനത്തെ സിനിമയില്ലല്ലോ. പൂക്കൾ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ കുറേ പൂക്കൾ എന്നൊക്കെ, 3 പൂക്കൾ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമയൊക്കെ വന്നിട്ടുണ്ട്. എടാ എന്തോ മഞ്ഞ് പൂക്കളാന്നൊക്കെ പറഞ്ഞുള്ളൂ. നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അത് വന്നു, നല്ല കണ്ണ് നല്ല സിനിമ. ആ ഡയറക്ടർ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, പാപ്പാടെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറയും, അപ്പം ഒന്ന് എന്നെ പരിചയപ്പെടുത്തി തരുമോ? എനിക്ക് പുള്ളിയുടെ ഒന്ന് പരിചയപ്പെടുത്തി തരും. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ഉച്ചയാവും എന്തായാലും ഈ സമയത്ത് ഇവിടെ വാ. അങ്ങനെ ഫാസിൽ സാറ് വരുന്നു, ബാപ്പ പറയുന്നു അവന് സിനിമയിൽ അസിസ്റ്റൻ്റ് എന്നൊന്നും പറയുന്നില്ല, സിനിമയിൽ കയറണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചാൽ എങ്ങനെ അഭിനയിക്കാനാണ്? നമ്മളല്ല, എങ്ങനെയായാലും എനിക്ക് അസിസ്റ്റൻ്റ് ആയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, അടുത്ത പടം തുടങ്ങട്ടെ, അത് വരുമ്പോൾ ഒന്ന് തന്നെ ബന്ധപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫാസിൽ സാറുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നിന്ന് തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ചില്ലത്തിലെത്തുന്നത്. അങ്ങനെ പുള്ളി അടുത്ത പടം എന്ന് പറയുന്നത് ഉദയായുടെ ധന്യയാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് ഉദയയുടെ ധന്യയാണ്. അപ്പം ധന്യ എന്ന സിനിമയുടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല, തൊട്ടടുത്ത വീട്ടിലാണ് ഫാസിൽ സാറ് വിളിക്കുന്നത്. ബാബുവിനോട്, അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബാബുവിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അന്നത്തെ ഫാസിൽ സാറിൻ്റെ നമ്പർ 222-6 ആലപ്പുഴ, 0477-222-6. ഞാൻ നേരെ അവിടുത്തെ മറ്റേ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് കൊച്ചിയിലുള്ള, അവിടെ പോയി ഓടിപ്പോയി സാറിനെ വിളിക്കും. ബാബു അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങിയാണ് കേട്ടോ ഉദയായുടെ. അപ്പോൾ ബാബു ഒരു കാര്യം ചെയ്യും, ബാബു ഒന്ന് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ആലപ്പുഴക്ക് വാ, വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കൽ പെട്ടിയൊക്കെ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ആലപ്പുഴ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ മുഖം വല്ലാതിരിക്കുന്നു. എന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എത്തി, ഞാൻ 7 മണിക്കെന്തോ സാറിൻ്റെ വീട്ടിലെത്തി, ആലപ്പുഴയിലെ വീട്ടിലെത്തി. ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, ബാബു നമുക്ക് അടുത്ത പടം വർക്ക് ചെയ്യാം, ഈ പടം ഇപ്പോൾ അങ്ങനെ പോട്ടെ, ഇത് ഉദയയുടെ ഗ്രൂപ്പാണ്, ഉദയ സ്റ്റുഡിയോ എന്ന് പുറത്തുനിന്ന് ആരെയും വിളിക്കില്ല, അവരൊരു സ്ഥിരം ഒരു കാര്യമാണ്, പുറത്തുനിന്ന് ആരെയും വിളിക്കില്ല, അവരെ ഗ്രൂപ്പിൽ തന്നെയുണ്ട് 7 അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അവർ വെച്ച് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്, നമുക്ക് അടുത്തോളം വർക്ക് ചെയ്യാം. നമ്മൾ ഓക്കെ, കുഴപ്പമില്ല, അടുത്തോളം വരുമ്പോൾ തുടങ്ങിയാൽ മതി. അങ്ങനെ അടുത്ത പടം ഉടനെ ഉണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത പടമുണ്ട്. അതാണ് ഈറ്റില്ലം എന്ന് പറഞ്ഞൊരു സിനിമ. ഇത് ധന്യ ഷൂട്ട് ചെയ്തു, അത് റിലീസായി. അടുത്തതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവുകയും ചെയ്യും, ഫോൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പുള്ളി എന്നോട് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞ്, ബാബു 1 മാസത്തെ ഡ്രസ്സൊക്കെ ആയിട്ടൊന്ന് വരണം, ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി എൻ്റെ തിരക്കഥയുടെ കോപ്പിയൊക്കെ എടുക്കണം, വരണം, 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിക്ക്, ആലപ്പുഴ വീട്ടിലേക്ക് വരണം കേട്ടോ പറഞ്ഞു. അങ്ങനെയാണ് പെട്ടിയൊക്കെ ആയിട്ട് നേരെ ആലപ്പുഴ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ, ദാറുസലാം വീട് ആലപ്പുഴയിലുള്ള, പെട്ടിയൊക്കെ ഇട്ട് ചെന്ന് അങ്ങനെ അവിടെ നിന്ന് പിറ്റേ ദിവസം മുതൽ സ്ക്രിപ്റ്റ് എഴുതാൻ കോപ്പി എടുക്കൽ തുടങ്ങി. ഈറ്റില്ലം എന്ന സിനിമയുടെ കോപ്പി ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അവിടെ ചെന്ന് കയറുന്നു. 1992
നവംബറിലാണ്. 1982 നവംബറിലാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് എന്തോ ചെറിയ ഇഷ്യൂ. മേനക, അതിലെ ഹീറോയിൻ മേനകയാണ്. എന്തോ ഒരു ആക്സിഡൻറ്റിൽ അവരെ കാലിനെന്തോ ട്രബിളായി, അതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്ന് തള്ളണം എന്നും പറഞ്ഞ് പെട്ടിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. വീണ്ടും പോയി എന്തോ വിചാരിച്ചിട്ട് പെട്ടിയൊക്കെ ആയിട്ട്, അയ്യോ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് തന്നെയാണല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിൽ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് സാർ എന്നെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ട് ഞാൻ അവിടെ നിന്ന് ആലോചിച്ച് വിഷമിച്ച് നേരെ വീട്ടിൽ ചെന്ന് കയറി. പിന്നെ എനിക്ക് തോന്നുന്നു അതൊരു ജനുവരിയിൽ വീണ്ടും 1983 ജനുവരിയിൽ തുടങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് തുടങ്ങി. അവസാനം ഷൂട്ടിങ്ങിനായിട്ട് നേരെ മാർത്താണ്ഡം ശിവലോകം ട്രിവാൻഡ്രത്തുനിന്ന് 60 കിലോമീറ്റർ ഉണ്ട്, തമിഴ്നാട് അതിർത്തി. ഷൂട്ടിങ്ങിന് പോയി ക്യാമ്പ് ചെയ്യുന്നു. നാളെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. ഫുൾ ഗ്രൂപ്പ് വരുന്നു, യൂണിറ്റ് വരുന്നു, ക്യാമറ വരുന്നു. ബാബു ഷാഹിർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത്. സാറിന് ഇപ്പോഴും ആ ഒരു ഓർമ്മ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കാലം തൊട്ടേ അന്നൊക്കെ പ്രേം നസീർ അല്ലെങ്കിൽ മധു ഒക്കെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന അവരുടെ ഒരു അവസാന കാലത്തേക്ക് എന്ന് പറയാം അല്ലെ, ഏകദേശം. അതുപോലെ ഇപ്പം ഭരത് ഗോപി ഇവരൊക്കെ ഉള്ള കാലം, മമ്മൂട്ടി മോഹൻലാൽ വന്ന സമയമാണ്. അപ്പൊ അവിടെ ഒരു സ്റ്റാർഡം പിന്നെ ക്രിയേറ്റ് ആവുകയാണ്. ഒരു 90s എത്തുമ്പോഴേക്കും സൂപ്പർ സ്റ്റാർസ് എന്നുള്ള രീതി ഇവർ വരുന്നു. പിന്നെയും വന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ സൂപ്പർ സ്റ്റാർഡത്തിന് ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാ നോക്കി കണ്ടിട്ടുള്ളത്? അന്ന് ഞാൻ വരുമ്പോൾ അന്ന് ഈറ്റില്ലത്തിൽ മമ്മൂക്കയുണ്ട്, കൊടിയേറ്റം ഗോപിയുണ്ട്, നെടുമുടി വേണുണ്ട്. പിന്നെ അതിനകത്ത് അങ്ങനത്തെ അവരൊന്നും സൂപ്പർ സ്റ്റാറുകളല്ല അന്ന്. അവർക്ക് അങ്ങനത്തെ ഒരു ഭാവം ഒന്നും നമ്മൾ കാണുന്നില്ല. അത് കാരണം വേണുചേട്ടൻ്റെ ഏതോ 3-4 സിനിമകൾ കഴിഞ്ഞിട്ടുള്ളൂ. മമ്മൂക്കാടെ എന്തോ അന്ന് പൊന്നും പൂവും ഒക്കെ, ഞാൻ പൊന്നും പൂവും കണ്ടിട്ടാണ് അന്ന് വിൻസെൻ്റ് സാറ് ഡയറക്റ്റ് ചെയ്ത പൊന്നും പൂവും. നമുക്കൊരു സലീം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് അത് വന്നിട്ട് മമ്മൂക്കാനോട് ഷൂട്ടിങ്, എനിക്കൊന്നും മമ്മൂക്കാനോട് പറയണം എന്നുള്ള എൻ്റെ മനസ്സിന് അത് ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ടിങ് തുടങ്ങി എന്തോ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി വരുന്നത് അതിനകത്ത്. അത് സിനിമയിൽ ജോയിൻ ചെയ്യണം. ഞാൻ നേരെ തന്നെ മമ്മൂക്കാനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് എങ്ങനെ ഒരു പൊന്നും പൂവെന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞു. മമ്മൂക്ക ഭയങ്കരമായിട്ട് സന്തോഷമായി. അന്ന് മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂക്ക അന്ന് സ്റ്റാർ അല്ലല്ല. അന്ന് എനിക്ക് തോന്നുന്നു അവിടെ കാരണം ഈ മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടലുകളൊക്കെ കുറവാണ്. ഒരു IB ആണ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. അവിടെയാണ് ഫാസിൽ സാറ്, നെടുമുടി വേണു, കൊടിയേറ്റം ഗോപി, മേക്കപ്പ് മാൻ, വലിയ സീനിയർ മേക്കപ്പ് മാൻ, അവർ ക്യാമറമാൻ രാമേന്ദ്ര ബാബു, ഇവരൊക്കെ അവിടെ താമസിക്കുന്നത്. അപ്പം എനിക്കറിയാം മമ്മൂക്ക അന്ന് അവിടെ താമസിക്കുന്നത് ആ മുറിയിൽ മേക്കപ്പ് മാൻ സുധാകരൻ, പുള്ളി കട്ടലിൽ ബെഡൊക്കെ ആയിട്ട് പുള്ളി കട്ടലിൽ കിടക്കുന്നു. മേക്കപ്പ് മാൻ പുള്ളി ഭയങ്കര ഇതിൽ കിടക്കുന്നു. തൊട്ടൊരു സൈഡിൽ ഒരു മെത്ത വിരിച്ച് താഴെ മമ്മൂക്ക കിടക്കുന്നു. ഈ ജനലിൻ്റെ സൈഡിൽ പടിയുണ്ട്, അവിടെ വാക്കുമാൻ അതൊക്കെ നിരത്തി വെച്ചിട്ട് മമ്മൂക്ക ചെവിട്ടിൽ വെച്ചിട്ട് പാട്ടും കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. നാളെ മമ്മൂക്കയുടെ ഷൂട്ടിങ്ങാണ്. മമ്മൂക്കാനെ കാണാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടും വരുമ്പോൾ ഈ മമ്മൂട്ടിയെ ഞാൻ കാണുന്നത്. വാക്കുമാൻ കേട്ട് പാട്ടും കണ്ട് തറയിൽ ഒരു ബെഡ് വിരിച്ചിട്ട് മമ്മൂക്ക കിടക്കുന്നു. ആ മമ്മൂട്ടിയാണ് ഇന്ന് ഇവിടുത്തെ ഇത്രയും ഉയരത്തിലേക്ക് വന്നത്. ഓരോരുത്തരുടെ മനസ്സും ഒക്കെ എല്ലാം ഭാഗ്യങ്ങളാണ് അതൊക്കെ, ചിലവരുടെ നല്ലതുകൊണ്ട് സംഭവിക്കുന്നതൊക്കെയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു ഞാൻ കണ്ടിട്ടില്ല. പ്രേം നസീർ സാറ് സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ പടം പ്രേം നസീറാണ് നായകൻ, പൂർണിമ ജയറാമാണ് നായിക, അംബികയാണ്, ഒക്കെ സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാറിൻ്റെ പടം എന്ന് ഞാൻ അവിടെ സെറ്റിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഈറ്റില്ലത്തിൽ ആ ഒരു സൂപ്പർ സ്റ്റാർ അത് ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ ഇത്രയധികം പടങ്ങൾ വർക്ക് ചെയ്തു. ഫാസിൽ സാർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മണിവത്തൂരിലെ 1001 ശിവരാത്രികൾ, പപ്പയുടെ സ്വന്തം പൂസ്, അങ്ങനെ ഒരുപാട് ചെയ്തപ്പോൾ ഫാസിൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി കഥയൊന്നും എനിക്ക് അറിയണ്ട, ഡേറ്റ് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ്. എങ്ങനെയായിരുന്നു അവർ റിപ്പീറ്റ് സിനിമകൾ ചെയ്തത്, ഈ പറഞ്ഞ ഒരു കണക്ഷൻ നിലനിന്നത്? അത് ഫാസിൽ സാറിൻ്റെ ഒരു പ്ലസ് ആണത്. കാരണം ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, പ്രേം നസീറൊക്കെ കത്തി നിൽക്കുന്നു, സുകുമാരൻ, പ്രേം നസീർ, സോമൻ, ആ കത്തി നിൽക്കുന്ന സമയത്താണ്
ആരുമല്ലാത്ത ശങ്കരനെയും പൂർണിമ ജയറാമിനെയും മറ്റേ ഫാസിൽ സാറ് കൊണ്ടുവരുന്നത്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞുള്ള സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പം അതൊരു പുള്ളിക്കൊരു ക്രെഡിറ്റാണത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പുതിയ മുഖങ്ങളെയും കൊണ്ട് അവതരിപ്പിച്ച പുതിയ ഡയറക്ടർ, പുതിയ മ്യൂസിക് ഡയറക്ടർ, പുതിയ ആർട്ടിസ്റ്റുകൾ അങ്ങനെ കൊണ്ടുവന്നൊരു സിനിമ. അപ്പം അത് എല്ലാവരും ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. അതിനുശേഷം മമ്മൂക്ക അഭിനയിച്ച ഇറ്റില്ലം, അതിനകത്ത് പരാജയമായിരുന്ന സിനിമ. പിന്നീട് മമ്മൂക്കയായിട്ട് പിന്നീട് വരുന്ന സിനിമയിൽ അറിയാം ഫാസിൽ സാറിൻ്റെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് സിനിമക്ക് പറ്റിയതായിരിക്കും. പിന്നെ ഫാസിൽ സാറിനൊരു ഗുണമുണ്ട്, ആ ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഫാസിലാണ് കൊണ്ടുവരുന്നത്, ഫാസിലിൻ്റെ പടമാണ്, അതുകൊണ്ട് അത് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള അവരുടെ മനസ്സിൽ തോന്നാം. അത് മോഹൻലാലായാലും അതെ, മമ്മൂക്കയായാലും അതെ, അങ്ങനെ തീരുമാനത്തിൽ വരുന്നതാണ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഭ്രമയുഗം മഞ്ജുമലിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭ്രമയുഗം. അപ്പൊ ഈ ഏജിലും മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടർ അദ്ദേഹത്തെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാവുന്ന ഒരു സമയത്ത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പുള്ളിയുടെ ഒപ്പം നടന്ന ഒരാളെന്നുള്ള രീതി ആ വളർച്ച എങ്ങനെയാണ് കാണുന്നത്? അല്ല, മമ്മൂക്കാടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ബ്രഹ്മയുഗം എന്നുള്ള സിനിമ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കയറ്റി കഥ പറയാൻ വേണ്ടി ചെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നൊരു കാര്യമാണ്. കഥ പറയാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാളും സമ്മതിക്കില്ല. അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് ഈ കാലഘട്ടത്തിലാണ്, അതിങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിനെ ഒരു കാടിനകത്ത് ഒരു 3-4 ആർട്ടിസ്റ്റിന് വെച്ചിട്ട് അത് ഓടുമോ, വർക്കൗട്ടാവുമോ ആലോചിക്കേണ്ടി വരും. പക്ഷേ മമ്മൂക്ക അത് തെരഞ്ഞ് പിടിച്ച് അത് അഭിനയിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചത് അങ്ങേരുടെ ഒരു വിജയം തന്നെയാണ്. പുള്ളിയുടെ അതൊരു പുള്ളിക്കറിയാതെ എന്താണ് അതിനകത്തുള്ളതെന്നുള്ള അത് കഴിവ് അങ്ങനത്തെ കഴിവുള്ള ചുരുക്കം പേരെ നമ്മുടെ മലയാളത്തിലുള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കമൽഹാസനൊക്കെ പറയാം, മോഹൻലാലിനെ പറയാം, മമ്മൂക്കാനെ പറയാം, ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് മമ്മൂക്ക. പുള്ളി ഇങ്ങനത്തെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് പുള്ളിയെ കൊണ്ട് അഭിനയിക്കാൻ പോകുന്ന എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരിക്കാം. പക്ഷെ പുള്ളി അത് അറിഞ്ഞ് തന്നെ പുള്ളി കളിക്കും. അത് സൗബിൻക അജാസ് ആയിട്ട് ഭീഷ്മയിൽ വന്നപ്പോൾ മമ്മൂക്കാൻ്റെ തന്നെ വേറൊരു ഇന്നിങ്സിന്റെ തുടക്കമായിരുന്നു ഭീഷ്മ. അജാസിനെ വിളിക്കേണ്ട എന്ന് പറയുന്നിടത്ത് അജാസിന്റെ ബിൽഡപ്പ് തുടങ്ങുകയാണ്. ഒരുപാട് റോളുകൾ ഇപ്പം സൗബിൻക ചെയ്തതിൽ ഈ അജാസ് ചെയ്തപ്പോൾ ഉള്ള ഒരു സാറിൻ്റെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? അത് ഇവനെ എന്നോട് പറഞ്ഞിരുന്നു, അമൽ നീരജിൻ്റെ സിനിമ തുടങ്ങാൻ പോകുന്നു, അതിൽ നല്ലൊരു റോളുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നീ കഥയൊന്നും പറയണ്ട, അമലിൻ്റെ പടമല്ല, അപ്പോൾ നിനക്ക് നല്ലതുണ്ടായിരിക്കും, ബെസ്റ്റ് റോളാണ്, മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു ത്രില്ലടിച്ചിരിക്കുകയായിരിക്കും. നല്ല റോളെന്ന് ഇവൻ വന്ന് പറയുകയും ചെയ്ത് മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷനാണ്, ബെസ്റ്റാണെന്ന്. ഇടയ്ക്ക് അവൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവൻ സൈലൻ്റായിട്ടാണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഒരു സൈലൻ്റായിട്ടൊരു ക്യാരക്ടർ വന്ന് ബിൽഡപ്പ് ചെയ്ത് അത് ഡയറക്ടറേയും അതിൻ്റെ റൈറ്ററിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അത് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ആ ഒരു റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. പക്ഷെ അത് ഇത്രയും ഗംഭീരമാവുമെന്ന് ഞാൻ ആ സിനിമ റിലീസ് ചെയ്ത് കണ്ടതിന് ശേഷമാണ് അവൻ നന്നായി ചെയ്തു, നല്ല ക്യാരക്ടറാണെന്നുള്ളത് എനിക്ക് തോന്നിയത് അത് സിനിമ റിലീസിന് ശേഷം. സൗബിൻക ഇതേപോലെ സാർ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന പോലെ സിനിമ ആഗ്രഹിച്ച് മകൻ വരുമ്പോൾ പലരും ഇൻഡസ്ട്രിയിലുള്ളവർ പ്രോത്സാഹിപ്പിക്കാറില്ല, വേണ്ട നീ വേറെ ജോലി നോക്കിക്കോ എന്നാ പറയാറ്. എന്താ സാറ് പറഞ്ഞിരുന്നത്? അത് ഒരിക്കൽ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, കയ്യെത്തും ദൂരത്ത്. അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷൻ ആലപ്പുഴയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു, അവിടെ നിന്ന് എറണാകുളത്ത് വന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ ഷൂട്ടിംഗ് കാണാമെന്ന് വന്നോട്ടെ. അപ്പോൾ അവൻ്റെ മനസ്സിൽ സിനിമയില്ല, ഷൂട്ടിംഗ് കാണാം. നമ്മുടെ വാട അങ്ങനെ പാലാരിവട്ടത്ത് പിന്നെ പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോം, അവിടെയാണ് സോങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നീ വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അവന് ഏതൊരു കൂട്ടുകാരനെയും കൊണ്ട് അന്ന് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും ഇവൻ ഡാൻസ് ചെയ്യുന്നു ആ പടത്തിൽ, ഏതൊരു സീനിൽ നിന്നിങ്ങനെ. ഞാൻ ചേട്ടാ നീ ഡാൻസ് ചെയ്യണം. എന്നോട് അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുക്ക പറഞ്ഞു, ബിജുവും ഫാസാറിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ഇവരെല്ലാം ബന്ധമാണ്. ബിജുവും ഷാജിയും പറഞ്ഞ് സൗബിൻ കയറിയിട്ട് ഡാൻസ് ചെയ്യാൻ അഭിനയിക്കുന്നു. അപ്പോൾ ഇവൻ കിടന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഷാനുവിൻ്റെ ഫഹദിൻ്റെ കൂടെ നിന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ, ഞാനങ്ങനെ അഭിനയിച്ചു. ഞാൻ കണ്ട് നീ ഒന്ന് ഡാൻസ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഷിഫ്റ്റ് ചെയ്ത് കൊടൈക്കനാലിലേക്കാണ് ഞങ്ങൾ അടുത്ത ഷിഫ്റ്റ്.
അങ്ങനെ പോയി ഞാൻ നേരത്തെ പോകും. ആർട്ടിസ്റ്റുകളും അവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ലൊക്കേഷൻ കാരണം ഇവർക്ക് താമസിക്കാനുള്ള ഹോട്ടലെല്ലാം ബുക്ക് ചെയ്യണം. അപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ഞാനും ആർട്ട് ഡയറക്ടർ, ക്യാമറമാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഷൂട്ട്. അപ്പോൾ ലൊക്കേഷൻ കാണണം, ഇവർക്ക് യൂണിറ്റ് ടെക്നീഷ്യന്മാർക്ക് താമസിക്കാൻ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം ബുക്ക് ചെയ്ത് ലൊക്കേഷനൊക്കെ കൺഫേമായി ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു 2 ദിവസമുള്ളപ്പോൾ ഇവൻ എൻ്റെ റൂമിലേക്ക് എനിക്ക് രാത്രിയിൽ ഫോൺ വരികയാണ്. എൻ്റെ വെക്കേഷനാണ്, അങ്ങനെയാണ് എൻ്റെ വെക്കേഷനാണ്. എനിക്കിപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്നിട്ട് ബോറടിക്കുന്നു, ഞാനൊന്ന് വന്നോട്ടെ ലൊക്കേഷനിലേക്ക്, കൊടൈക്കനാലിലേക്ക്. ആ ഒരു കാര്യം ചെയ്യും, നാളെ ഗ്രൂപ്പിൽ അന്ന് ഡാൻസ് ചെയ്ത ഗ്രൂപ്പിൽ ഫഹദിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വരുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ വണ്ടി വീട്ടിലേക്ക് വരാൻ പറയുക, നീ അതിൽ കയറി പോര് എന്ന് പറഞ്ഞ് ഞാനിവനെ പറഞ്ഞു വിട്ട് വണ്ടി അവനെ വീട്ടിൽ പോയി കളക്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ഞാനും ഫാസിൽ സാറും ആനന്ദക്കൂട്ടനും എല്ലാം കൂടി ഇങ്ങനെ റെഡിയായിട്ട് കൊടൈക്കനാൽ ഹോട്ടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ കാണാൻ എനിക്ക് ദൂരെ നമ്മുടെ ആർട്ടിസ്റ്റുകളെയും കൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്ന ഗ്രൂപ്പിനെയും കൊണ്ട് വരുന്നു. അവരൊക്കെ അന്ന് വർക്കില്ല, അന്ന് ഷൂട്ടില്ല. അന്ന് ഷാനു, ഫഹദിനും നികിതയുടെ സോളോ ഒരു ഡാൻസിൻ്റെ പോർഷനാണ്. അപ്പോൾ നാളെ ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് വേണം. അവർ വരുന്നു. അപ്പോൾ ഏറ്റവും മുമ്പിൽ സൗബിനി ഇരിക്കുന്നുണ്ട്, ആ ടെമ്പോ ട്രാവലറിൻ്റെ മുമ്പിലിരിക്കുന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഫാസിൽ സാറിന് ബാബു ആരാണ് ബാബു? ഫാസിൽ സാറ് കാണാത്തൊരു ആർട്ടിസ്റ്റ് മുമ്പിലിരിക്കും. ഞാൻ പറഞ്ഞ് അതെൻ്റെ മകനാണ്. ആണോ? അപ്പോൾ ഇവനെ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് എന്നെ കെട്ടിയൊക്കെ പിടിച്ച് കുറച്ച് ഫാസിൽ സാറിനെ ഒന്ന് കണ്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് മകനാണല്ലേ? സൗബിൻ. ഞാൻ പറഞ്ഞ സൗബിൻ അന്ന് എറണാകുളത്ത് ഷൂട്ട് ചെയ്തപ്പോൾ അവൻ വന്ന് അതിനകത്ത് ഡാൻസൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. വൈകുന്നേരം ചെന്നപ്പോൾ ഇവനെ കാണുന്നില്ല. ഇവൻ ആ യൂണിറ്റുകാരിലൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധം, ഭയങ്കര എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തൂല. കൊടൈക്കനാലാണ്, എവിടെ പോയി അന്വേഷിക്കാനാണ് ഇവനെ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ സ്റ്റെപ്പിൽ നമ്മളെ പ്രൊഡക്ഷൻ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ മോനെ കണ്ട, മോനത് ആ യൂണിറ്റ് ബോയ്സിൻ്റെ കൂടെ ഇരുന്നങ്ങായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അവിടെ മഞ്ഞ് തണുപ്പും രാത്രിയിൽ 9 മണിക്കൊക്കെ ഞാൻ പോയി നോക്കുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കണം. പിള്ളേരും പ്രൊഡക്ഷൻ പിള്ളേരും അവരൊക്കെ ആയിട്ട് യൂണിറ്റ് ടെക്നീഷ്യന്മാരൊക്കെ ആയിട്ട്. നമ്മളുടെ ആ ഫുഡ് വേണമെന്ന് വെച്ചിട്ടുണ്ട്, തണുത്തും ഒന്ന് കഴിക്കാൻ വന്നോളാം എന്ന് പറഞ്ഞ് വരണത് 11 മണിക്കാണ് രാത്രി. എനിക്ക് രാവിലെ 5 മണിക്ക് എണീക്കണം. കൊടൈക്കനാൽ രാവിലെ 7 മണിക്ക് ഷൂട്ട് തുടങ്ങണം. ഞാൻ പറയടാ, നീ ആ ആർട്ടിസ്റ്റുകൾ നാളെ ഈ പിള്ളേരുടെ പോർഷനാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അവരായിട്ട് നീ വണ്ടി കയറി പോരിട്ടാ, അല്ലെങ്കിൽ നീ ഒരു റെഡി ആയിട്ടില്ലെങ്കിൽ നീ എന്നെ പിന്നെ അവിടെ ആരോടെങ്കിലും പ്രൊഡക്ഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വണ്ടി അയച്ചു തരും. അപ്പോൾ നീ ആ വണ്ടിയിൽ നീ കാരണം താമസിക്കരുത്, അവർ നേരത്തെ എത്തണം, നീ വന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ അവരെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് അവനൊരു നല്ല സ്റ്റൈലൊരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെഡ് ടീഷർട്ടൊക്കെ ഇട്ട് ഒരു മറ്റേ ഇതൊക്കെ ഇട്ട് ഗ്ലാസൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇറങ്ങി വരുന്നു. ഇങ്ങനെ കൊടൈക്കനാൽ ഇവിടെ ഇരുന്നു നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഫഹദിൻ്റെയും നഗിതയുടെയും അവിടുത്തെ നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ ഉണ്ട് ആ ലൊക്കേഷൻ, രാശി ലൊക്കേഷനാണ്. അപ്പോൾ ഇവനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് മാസ്റ്റർ ഇവർക്ക് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫഹദിനും നികിതയ്ക്കും. അവൻ മാറി അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഒറ്റക്ക് ഇങ്ങനെ സ്റ്റെപ്പ് നിന്ന് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കാണുന്നില്ല. ഫാസിൽ സാർ എന്നെ വിളിച്ചു, ബാബുവിൻ്റെ മോൻ ചെയ്യണ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അവൻ അവിടെ നിന്നിട്ട് ഒറ്റക്ക് നിന്നിട്ട് ഡാൻസ് ചെയ്യുക. നമ്മൾ കൊള്ളാം. അവന് ഇതിനു മുമ്പ് ചെറുപ്പത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ടൂറിന് പോകും. ഞാൻ അന്ന് പ്ലാൻ ചെയ്തത് മദ്രാസ്, കിഷ്കിണ്ട, മഹാബലിപുരം, മറ്റേ VGP ഗാർഡൻ അവിടെയൊക്കെയാണ്. അവനക്ക് എന്തോ 6 or 7 വയസ്സുള്ളൂ. അപ്പോൾ സ്വിമ്മിങ് പൂളിലൊക്കെ പോയി പിള്ളേരെല്ലാവരും കൂടി, നമ്മുടെ പിള്ളേരും അവൻ്റെ കസിനോ 2 പേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ട് സ്വിമ്മിങ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ VGPന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള തമിഴിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ സ്റ്റേജിലേക്ക് വരണം, ഓപ്പണിൽ ഫ്രണ്ടിൽ സ്റ്റേജ് ഉണ്ട്, അവിടേക്ക് വരണം. ഞാൻ നോക്കുമ്പോൾ ഇവൻ ചാടി എണീറ്റ് ഒക്കെ തോർത്തിയൊക്കെ, തമിഴ് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കൊരു പിടുത്തം. ഡാൻസ് കോമ്പറ്റീഷൻ അത്രയും കേട്ടുള്ളൂ. ഇവൻ ഓടണുണ്ട്. അപ്പം ഞങ്ങൾക്ക് സ്വിമ്മിങ് കഴിഞ്ഞിട്ട് ഇവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി ഓടുകയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി വർത്താനൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവൻ ആ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചത് അവനല്ല സൗബിനല്ല നിൽക്കുന്നത്. ചിരിച്ചുകൊണ്ട് അവിടെ അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്റ്റേജിൽ നിന്ന്. അങ്ങനെ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നു, എൻ്റെ പിള്ളേരുടെ ഡാൻസ് ഉണ്ട്, സൗബിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. ഒരു അടിപൊളി എന്തോ അവൻ പ്രാക്ടീസ് ചെയ്ത മാതിരി തോന്നുന്നു. ഒരു ഡാൻസ് കയറി ഇങ്ങോട്ട് ഇവനാണ്ട് കയറി കളിച്ച്
എല്ലാ പിള്ളേരും 10-12 പിള്ളേരുണ്ട്. ആ പിള്ളേരെ ഡാൻസ് കഴിഞ്ഞ് ഫൈനല് ഫസ്റ്റ് പ്രൈസ് സൗബിൻ. സൗബിൻ വിളിക്കണം. ഹലോ, താങ്ക് യു. അയ്യോ ഓ ഇതെന്താടാ ആണാ പുതിയ ഗെറ്റപ്പ്? ഞാനൊരു ഷൂട്ടിലിരിക്കുകയാണ്. താങ്ക് യു.